നമസ്കാരം. കൂത്താട്ടുകുളം നഗരസഭാ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ സാന്ത്വന പരിചരണ ദിനാചരണവും രോഗി ബന്ധു സംഗമവും വിവിധ കലാപരിപാടികളും നടന്നു. കൂത്താട്ടുകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയ ശിവൻ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തയിലേക്ക്. സംരംഭം ആരംഭിക്കുന്നത് കേരളത്തിൽ 1993 അന്ന് തൊട്ട് ഇങ്ങോട്ട് നമുക്കറിയാം എല്ലാ ഗ്രാമപഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും ഒക്കെ തന്നെ നമ്മുടെ ഈ പാലിയേറ്റീവ് പദ്ധതി അത് വളരെ ഭംഗിയായിട്ട് നടന്നു വരുന്നു. നമുക്ക് കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയിൽ പ്രൈമറി സെക്കൻഡറി വിഭാഗത്തിലായി 216ഓളം രോഗികൾ നമുക്ക് സേവനം നൽകുന്നുണ്ട്. അപ്പോൾ അതിൽ എത്രയും കാര്യം നമുക്ക് 216 പേര് നമുക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല. കുറേ ആൾക്കാർ ബെഡഡ് പേഷ്യൻസാണ്. അപ്പോൾ നമുക്ക് വരാൻ സാധിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. 216ഓളം പേഷ്യൻസ് പാലിയേറ്റീവ് വിഭാഗത്തിൽപ്പെടുന്നവരായി വീടിൻ്റെ അന്തഃപുരങ്ങളിൽ കഴിയുന്നവരായി പുറം ലോകവുമായി ബന്ധപ്പെടാൻ പ്രയാസമനുഭവിക്കുന്നവരായി നമ്മുടെ വീടുകളിൽ കഴിയുന്നുണ്ട് എന്ന കാര്യം നാം ഓർക്കണം. ഇതുപോലൊരു ദിനാചരണം നമ്മൾ സംഘടിപ്പിക്കപ്പെടുമ്പോൾ ജീവിതത്തിൻ്റെ അവനവൻ്റേതല്ലാത്ത കാരണങ്ങളാൽ കൊണ്ട് തൻ്റേതല്ലാത്ത കുറ്റം കൊണ്ട് ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ പാലിയേറ്റീവിന് ചികിത്സയ്ക്ക് അല്ലെങ്കിൽ പാലിയേറ്റീവിന് അർഹരായി മാറുന്ന ഒരു ഘട്ടം ഓരോ മനുഷ്യർക്കും ഏത് നിമിഷം വേണമെങ്കിലും വന്നു ചേരാം. അങ്ങനെ വന്നു ചേരപ്പെടുമ്പോൾ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളവരും ജീവിതത്തിൽ എഴുന്നേറ്റ് നടക്കാനോ ഇവിടെ വരെ വരാനോ കഴിയാതിരിക്കുന്നവരുമായിട്ടുള്ള 216ഓളം ആളുകൾ കൂത്താട്ടുകുളം നഗരസഭയ്ക്കുള്ളിൽ ഇന്ന് നിലവിലുണ്ട്. അതിൽ 26 പേർ ഫിസിയോതെറാപ്പി ആവശ്യമായിട്ടുള്ളവരാണ്. ഈ 216 പേരെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തി മറ്റാർക്കും നിങ്ങളെ വേണ്ടെങ്കിലും കൂത്താട്ടുകുളം നഗരസഭ അതിൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി നിങ്ങളെ സംരക്ഷിക്കുമെന്നും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും നൽകിക്കൊണ്ട് നിങ്ങളെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുക എന്ന ജോലിയാണ് നഗരസഭ ഏറ്റെടുത്ത് നടത്തുന്നത്. ഇത്രയും വലിയ ഒരു ആരോഗ്യ ശൃംഖലയുള്ള സംസ്ഥാനം വേറെ എവിടെയുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. നമുക്കറിയാം, നമ്മുടെ എല്ലാ ആശുപത്രികളും നല്ല രീതിയിൽ ഏറ്റവും സജ്ജമായ രീതിയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. അതിനൊരു ഉദാഹരണമാണ് കൂത്താട്ടുകുളം CHC. ഞാനും സണ്ണിച്ചേട്ടനും മറ്റ് കൗൺസിലർമാരും ഒക്കെ ചാർജ് എടുത്ത സമയത്ത് ഇവിടെ ഞങ്ങൾ വരുമ്പോൾ CHCയിലെ ഉദ്യോഗസ്ഥരെ വഴക്ക് പറയാനും ദേഷ്യപ്പെടാനും മാത്രം വന്നുകൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഒരു 2 വർഷം മുമ്പ് ഇവിടുത്തെ പ്രവർത്തനങ്ങളുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നന്നായിട്ട് ദേഷ്യപ്പെട്ടിട്ട് പോയിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ. ഇപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി കടന്നു വരുമ്പോൾ ഇവിടുത്തെ ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ള അതുപോലെ JHI ആന്റണിയെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ്. ആന്റണി വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. നിർത്തിക്കൊണ്ട് പോകേണ്ടതാണെന്ന് വിചാരിക്കരുത്. ഈ JHI എന്നൊരാൾക്ക് എത്രമാത്രം ആരോഗ്യരംഗത്ത് ഇടപെടാൻ സാധിക്കും, ഓരോ പ്രവർത്തനങ്ങൾ എത്രമാത്രം വിജയിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഇന്ന് നടത്തുന്ന പരിപാടി. നമ്മുടെ ആശുപത്രിയുടെ ചികിത്സാ രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ രോഗത്തെ ഫേസ് ചെയ്തുകൊണ്ടുള്ളതാണ്, അസുഖത്തെ ഫേസ് ചെയ്തുകൊണ്ടുള്ള കെയറാണ് നമുക്ക് ആശുപത്രികൾ രോഗികളെല്ലാം നമുക്ക് കൊടുക്കുന്നത്. അതായത് എന്ത് അസുഖമാണോ ആ അസുഖത്തിനുള്ള ചികിത്സാ രീതിയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത്. പക്ഷെ പാലിയേറ്റീവ് പരിചരണം അതല്ല, രോഗീനെ ഫേസ് ചെയ്തുകൊണ്ട് രോഗിയുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് നടത്തുന്ന ഒരു ചികിത്സാ രീതിയാണ് പാലിയേറ്റീവ് പരിചരണം എന്ന് പറയുന്നത്. എല്ലാവർക്കും ഈ പരിപാടിയിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്നൊരു ദിവസം നമ്മുടെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മുടെ ആ കെട്ടുപാണ്ടങ്ങളെല്ലാം ഇറക്കി വെച്ച് എല്ലാവരോടും സംസാരിച്ച് സന്തോഷമായിട്ട് എല്ലാവരും കോഴിക്കട്ട കഴിച്ചു, ചായ കുടിച്ചു, ഊണ് വന്നിട്ടുണ്ട്. അതിനു മുമ്പ് മനോഹരങ്ങളായ പാട്ടുകൾ കേൾക്കണം. നിങ്ങളെല്ലാവരും പാട്ട് പാടണം, കൂടെ കൈ കൊട്ടണം. എണീച്ച് നിൽക്കുന്ന ഡാൻസ് കളിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ കഴിക്കണം. അതിന് ഞങ്ങളുടെ സഹായം ഉണ്ടാവും. ആരും ഇന്ന് വീണു പോകില്ല. ഇന്ന് ഞങ്ങളെല്ലാവരും ചുറ്റിലും ഉണ്ടാവും. നിങ്ങൾ ആരും വീണു പോവാതെ ഇന്നൊരു ദിവസം മനസ്സ് തുറന്ന് നിങ്ങൾക്ക് എന്താണോ സാധിക്കില്ല എന്ന് നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇന്നൊരു ദിവസം സാധിച്ചെടുക്കണം. അതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ നമ്മുടെ ഉദ്ദേശം. അതാണ് നമ്മുടെ ഒരു ഉദ്ദേശമുള്ളൂ ഇന്നത്തെ ദിവസത്തിന്. കുമ്പിക്കരെ
കൂത്താട്ടുകുളത്ത് നിന്ന് മറ്റൊരു വ്യത്യസ്ത വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ ലോട്ടസ് ലൈഫ് വെച്ച് റിപ്പോർട്ടർ കൂത്താട്ടുകുളം.